ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 191. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 6 അനുഭാഗം 5 സൂക്തം 43. ഇത് നമ്മുടെ ക്രോധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രോധത്തെ ഇല്ലാതാക്കണമെന്നാണ് പറഞ്ഞത്. അതോടുകൂടി ക്രോധം ഇല്ലാതായി തന്നെ പരസ്പരമുള്ള സ്നേഹമെല്ലാം വർദ്ധിക്കും. അതുകൊണ്ട് ക്രോധത്തെ ഒഴിവാക്കാനാണ് പറഞ്ഞത്. അതതിൻ്റെ മാനസികമായ വശം. ഇതിൽ അതിനൊരു ഔഷധത്തെ പറ്റി പറയുകയാണ് ഇവിടെ. അതെന്താണ് നമുക്ക് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 5 സൂക്തം 43. ഋഷി ഭൃഗുഅങ്കരസ്, ദേവത മഞ്ഞു, ഛന്ദസ് അനുഷ്ടുപ്പ്. അയം ദർഭോ വിമന്യുകഃ സ്വായ ച നായ ച മർമ്യോർവിമന്യുകസ്യായം മന്യുശമന ഉച്യതേ. അയം യോ ഭൂരിമൂലഃ സമുദ്രമവതിഷ്ഠതി ദർഭഃ പൃഥിവ്യാ ഉത്ഥിതോ മന്യുശമന ഉച്യതേ. വിത്തേ ഹനവ്യാം ശരണിം വിത്തേ മുഖ്യാം നയാമസി യഥാവശോ ന വാദിഷോ മമ ചിത്തമുപായസി. ഭാവാർത്ഥം: സ്വന്തക്കാരുടെയും ശത്രുക്കളുടെയും ക്രോധത്തെ നശിപ്പിക്കുവാനുള്ള കഴിവ് ദർഭയ്ക്കുണ്ട്. ഇത് നല്ല ജലാംശമുള്ള ഇടത്ത് വളരെയധികം വേരുകളോടെ അങ്ങനെ തഴച്ച് വളരുന്നു. ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ദർഭയ്ക്ക് ക്രോധത്തെ ഇല്ലാതാക്കുവാനുള്ള കഴിവുണ്ട്. അത് നമ്മുടെ ക്രോധമുണ്ടാക്കുന്ന നാഡികളെ ശാന്തമാക്കുകയും അതുവഴി നിന്നിലെ ക്രോധത്തെ ഇല്ലാതാക്കി എന്നിലേക്ക് അടുപ്പിക്കും. ഇവിടെ സ്വന്തക്കാരുടെയും ശത്രുക്കളുടെയും ക്രോധത്തെ നശിപ്പിക്കുവാനുള്ള കഴിവ് ദർഭക്കുണ്ട് എന്ന് പറയുകയാണ്. സ്വന്തക്കാരായാലും ശത്രുക്കാരായാലും എല്ലാവരുടെയും എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. അതിൻ്റെയെല്ലാം ക്രോധത്തെ നശിപ്പിക്കാനുള്ള കഴിവ് ദർഭക്കുണ്ട്. ക്രോധമെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ നാഡീ ഞരമ്പുകളായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ്. നാഡികളിലൂടെയാണ് ക്രോധം എന്നെല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നാഡികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനസ്സിനെല്ലാം നിയന്ത്രിക്കുന്നത് നാഡികളിലൂടെയാണ്. അതിന് ഗ്രഹങ്ങളുമായിട്ട് ബന്ധവുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചിലവരെല്ലാം ദേഷ്യപ്പെട്ട് ഓരോന്ന് പ്രകടിപ്പിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അവർ പറയും അവന് നാഡിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നാഡി മുറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സംസാരമുണ്ട്. നാഡി എന്ന് പറഞ്ഞാൽ നെർവ്സ് മനസ്സുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്കെല്ലാം അത് കാരണമാകുന്നുണ്ട്. മാനസിക പ്രയാസങ്ങളെല്ലാം നെർവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദ പ്രകാരം ഇപ്പോൾ കുട്ടികളുടെ ബുദ്ധി വികസിച്ചിട്ടില്ലെങ്കിൽ ഈ ദർഭപ്പുല്ല് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ട, നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട, നാഡികളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവയുടെ ബലക്ഷയത്തിനെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നാഡികളായിട്ടുള്ള രോഗം എന്നെല്ലാം പറയുമ്പോൾ മാനസിക പ്രയാസങ്ങളെല്ലാം അതിൽ വരും. അപ്പം ഇത്തരം രോഗങ്ങൾക്കെല്ലാം ഈ ദർഭപ്പുല്ല് മരുന്നിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് പൂജക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് അടുത്തതിൽ പറയുന്നുണ്ട്, അവിടെ അത് പറയും. അപ്പം ഇതിന് ക്രോധത്തെ, നമ്മുടെ മനസ്സിൻ്റെ ക്രോധമെല്ലാം മാനസികമായിട്ട് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് നാഡികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനെ ഇല്ലാതാക്കാനുള്ള എല്ലാവരുടെയും, അതാണ് സ്വന്തക്കാരുടെയും ശത്രുക്കളുടെയും എന്നെല്ലാം പറഞ്ഞത്, ഇല്ലാതാക്കുവാനുള്ള കഴിവ് ഇതിന് ഉണ്ട്. പിന്നെയോ
ഇത് നല്ല ജലാംശമുള്ളിടത്ത് വളരെയധികം വേരുകളോടെ തഴച്ചു വളരുന്നു. അത് ആ ചെടീൻ്റെ പ്രത്യേകത പറഞ്ഞാണ്. ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ദർഭക്ക് ക്രോധത്തെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നാഡികൾക്ക് ശാന്തത നൽകുവാൻ ഈ ദർഭക്ക് കഴിവുണ്ട്. അത് നമ്മുടെ ക്രോധമുണ്ടാക്കുന്ന നാഡികളെ ശാന്തമാക്കും. അപ്പം നാഡികളെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം നാഡികളെ, നമ്മുടെ നാഡികളുടെ ചികിത്സയിൽ മരുന്ന് അകത്ത് മാത്രമല്ല കൊടുക്കുന്നത്, ആയുർവേദത്തിൽ പുറത്തുമെല്ലാം എണ്ണയിലെല്ലാം പല എണ്ണകളെല്ലാം ഇട്ട് തടയുന്ന പരിപാടിയെല്ലാം ഉണ്ട് നാഡികളുടെ. അപ്പം ഇത് ബാഹ്യമായിട്ടും ഇപ്പം ചർമ്മരോഗത്തിനെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും എല്ലാം നാഡികളുടെ ബലക്ഷയത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ദർഭ. അതിൻ്റെ ഔഷധ ഗുണം അങ്ങനെയാണ്. പിന്നെ വയറിളക്കത്തിനും മറ്റുള്ള രോഗങ്ങളല്ല, അതൊന്നും ഇവിടെ പ്രശസ്തിയില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ക്രോധവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമെല്ലാം ഉള്ള ഉപയോഗത്തിലൂടെ നാഡികളെ ശക്തിപ്പെടുത്താം. നാഡികളിൽ ഉണ്ടാകുന്ന നാഡികളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്ക്, അതെല്ലാം മാനസിക രോഗങ്ങളാണ്. ഈ ക്രോധമെല്ലാം മാനസിക രോഗം തന്നെയാണ്, മനസ്സിൻ്റെ ഒരു തെറ്റായ പ്രവർത്തനം തന്നെയാണ് ക്രോധമെല്ലാം. അപ്പോൾ അതിനെ ക്രോധമുണ്ടാക്കുന്ന നാഡികളെ ശാന്തമാക്കാനുള്ള കഴിവുണ്ട് എന്ന് എടുത്തു പറയുകയാണ്. അതുവഴി നിന്നിലെ ക്രോധത്തെ ഇല്ലാതാക്കി എന്നിലേക്ക് അടുപ്പിക്കും. അപ്പം അത് കഴിഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് പരസ്പരം ആർക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ് ഒരാളെ പറ്റി ഒരു ദേഷ്യമുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ ദേഷ്യമുണ്ടെങ്കിൽ, ദേഷ്യം വന്നു പോയാൽ, ഉള്ളിൽ വല്ലാതെ ക്രോധം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടിക്ക് ക്രോധം ഇല്ലാതാക്കണം. ക്രോധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ദർഭ എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു ഔഷധമായിട്ടാണ് ഈ ദർഭയെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നാഡികളുമായിട്ടുള്ള, ആയുർവേദത്തിലും അതിന് നാഡികളുമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നാഡികളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇതിൽ കുറേയധികം ഗവേഷണം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ദർഭക്ക് നമ്മൾ വലിയ പ്രാധാന്യം ഈ വേദങ്ങൾ കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആയുർവേദവും. അതുകൊണ്ടാണ് പൂജയിലെല്ലാം വരുമ്പോൾ ഈ ദർഭക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ, ഇത്തരം ക്രോധത്തെ, മാനസിക രോഗങ്ങളെ, മനപ്രയാസങ്ങളെ, നാഡികളുടെ വീക്ക്നെസ്സുകളെ എല്ലാം മാറ്റുന്നതിനുള്ള അതിൻ്റെ കഴിവിനെപ്പറ്റി ശരിയായ ഗവേഷണം നടക്കേണ്ട ഒരു ഫീൽഡാണ് ഇത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂക്തമായിട്ട് ഇതിനെ കാണാം.